നമസ്കാരം, ഞാൻ മൃണാൽ. എനിക്ക് മുമ്പേ ഉള്ളൊരു സംശയമാണ്, ഈ 2 കിലോ 100, 3.5 കിലോ 100 അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ? സവാള, നെല്ലിക്ക, പലതും. നമുക്ക് ആക്ച്വലി ചിലപ്പോൾ 1 കിലോ സവാള മാത്രം വേണ്ടി വരുമ്പോഴും 3.5 കിലോ 100 കിട്ടുമ്പോൾ നമ്മൾ 3.5 കിലോ വാങ്ങാറില്ലേ? നമ്മളെ കൊണ്ട് കൂടുതൽ വാങ്ങിപ്പിക്കാനുള്ള ഒരു തന്ത്രമല്ലേ അത് എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. എന്നെ മാത്രം സംശയമായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ നല്ല ചായ ഉണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, മുട്ടക്കറിയുണ്ട്, പൊറോട്ടയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കതല്ലേ വലുത്. തീവണ്ടിയാണ് ഏറ്റവും വലുത്, പക്ഷെ ഇത് കഴിഞ്ഞാൽ പിന്നെ പൊറോട്ടയാണ് വലുത്. ആ മൈദയുടെ മണമുണ്ടല്ലോ, സൈക്കൂല. ഇത്രയും സാധനങ്ങളുണ്ട് ഇവിടെ. ഉള്ളിക്കറി, മുട്ടക്കറിയും ഉണ്ട്. എന്നാലും അതും കൂടെ പറഞ്ഞാലോ? ചായ എടുത്തോ. ഇന്ന് ദിവസമൊന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ ആക്രമണത്തിൽ നേരത്തെ എടുത്തപ്പോൾ ഭയങ്കര കുടിപ്പോയി. ഇതിപ്പോൾ ഒരു വലിയ റെസ്റ്റോറൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയാം ഈ ഇതെന്ത് കറിയാന്ന്. പക്ഷെ പഴയ കാലം എന്ന് പറയുന്നത് തന്ത വൈബാണ്. പക്ഷെ ഈ വൈബ് തന്തമാർക്കും പഴയൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ ബീഫ് കറി. ഈ കറിയിൽ നമ്മൾ വിരലിട്ട് കഴിഞ്ഞാൽ വിരലിൽ ഇങ്ങനെ കറി പറ്റൂല. കാരണം അതിൽ പറ്റിപ്പിടിക്കാൻ മാത്രം ഒന്നുമില്ല. ഇന്നത്തെ കറി അങ്ങനെയല്ലല്ലോ. ഇന്ന് റിച്ച് ആൻഡ് ക്രീമി ആൻഡ് മനുഷ്യനെ കൊല്ലുന്ന സാധനമല്ലേ. വേറൊരു കാലം കൂടെ പണ്ടുണ്ടായിരുന്നു. 2 പേര് കഴിക്കാനുണ്ടെങ്കിലും ഇങ്ങനെ നമുക്ക് കൈയിട്ട് കഴിക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് സ്പൂൺ എടുത്ത്, സ്പൂണൊക്കെ അതേ ഇവിടെ മാറ്റി വെച്ചിരിക്കുക. അത് ക്യാബേജ് സാലഡാവും. ആ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നൊന്നും നടക്കില്ല. ഇന്നോ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എത്ര പേര് പ്ലേറ്റിൽ ഇങ്ങനെ കറികളൊക്കെ കഴിയിട്ട് അവർ കഴിക്കുമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ചിക്കനിലല്ല കാര്യം. വേണ്ട, ആ റോസ്റ്റ് വേണ്ട, ലേഹ്യം പോലത്തെ റോസ്റ്റ്. നിങ്ങൾക്കൊരു 10-40 വയസ്സായെങ്കിൽ, നിങ്ങളൊരു നാട്ടിൻപുറത്ത് വളർന്ന ആളാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ടൈം മെഷീനിൽ കയറിയവരുണ്ടോ? ദൈവമേ, ഇതൊന്നും എക്സ്ട്രാ ഓർഡിനറി, നിങ്ങളിവിടെ വന്നേ പറ്റൂ, വന്നില്ലേ നഷ്ടമാണ് ഒന്നുമല്ല. അല്ല, ഒരുപാട് പേര് അതിങ്ങനെ പറയുമായിരിക്കും. പക്ഷെ എനിക്കതല്ല കൂടുതൽ പറയാൻ തോന്നുന്നു. ഒരു കാലമാണ്. ഒരു ചെറിയ കഷ്ണം ലൈം കിട്ടിയാണല്ലോ, അത് തകർക്കും. എനിക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ചെറുപയർ കറിയാണ്. അത് കഴിഞ്ഞ കടലക്കറിയാണ്. അത് കഴിഞ്ഞ ഗ്രീൻ പീസാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് ബീഫും എന്ത് പോർക്കും. ഹോസ്റ്റൽ ഓർമ്മ വന്ന്. അവിടെ കിട്ടുന്ന കറി പോലുണ്ട്. അല്ല, അവിടെ കിട്ടിയിരുന്ന ഏറ്റവും നല്ല കറി അതായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്ത മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ്. ഒരുപാട് കഴിവുള്ള ആളാണ്. കുക്കിംഗ് മാത്രം അങ്ങനെ അറിയില്ലായിരുന്നു. ആ കാലത്തെ ചായ. ഈ നാടിന് വേറൊരു പ്രത്യേകതയുണ്ട്. ആക്ച്വലി ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ബഹളം വെക്കാറുണ്ട്. കേരളത്തിലെ റോഡ് ഭയങ്കര മോശമാണ്. സത്യമല്ല, അവർ കേരളം മുഴുവൻ ട്രാവൽ ചെയ്യാത്തവരാണ്.
അവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിൽ പറയുന്നതായിരിക്കും. കേരളത്തിൽ മോശം റോഡുകളുള്ള സ്ഥലങ്ങൾ കാണാൻ വളരെ അപൂർവ സ്ഥലത്തേ പറ്റുള്ളൂ. അങ്ങനെ പറ്റുന്നൊരു സ്ഥലമാണ്. അങ്ങനെ പ്രത്യേക നാടുന്നുണ്ട്. അങ്ങനെ നോക്കിയാലും നമ്മൾ പഴയ കാലത്തെ പോലുണ്ടാവും. പിന്നെ ഞാനിരിക്കുന്നത് വാഷ് ബേസിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ വാഷ് ബേസിനിൽ ആൾക്കാർ കൈ കഴുകിയിട്ട് കൈ ഒന്ന് കുടയുമല്ലോ. ആ കൈ കുടയിലൊരു ഇൻവോളണ്ടറി ആക്ഷനാണ്, മനഃപൂർവ്വം ചെയ്യുന്നൊന്നുമല്ല. ആ വെള്ളം മുഴുവൻ എൻ്റെ ഈ സൈഡിലാണ് തെറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം കുടയുന്ന പരിപാടിയും പണ്ട് കാലത്തിൻ്റെയാണ്. ഇന്നത്തെ റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ വാഷ് ബേസിനുണ്ടാവും? എനിക്ക് തോന്നില്ലുണ്ടാവും. അവൻ ചെറിയ കടകളിൽ പോലും അത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഇന്ത്യ. ഒന്നും കഴിക്കാനുണ്ട്, ഭ്രാന്തായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണൊന്ന് വഞ്ചിപ്പാട്ടിൽ പറയുന്ന പോലെ വിശക്കുന്നു നമുക്കത് സഹിച്ചുകൂടാ. വേറെ എന്തെങ്കിലും ആയിരുന്നു സഹിക്കായിരുന്നു, പക്ഷെ വിശപ്പ് സഹിക്കാൻ പറ്റില്ല. ഇതൊരു ക്ലാസ് സിസ്റ്റമാണ്. ഈ ഗ്രീൻ പീസ് കറിക്ക് ഭയങ്കര വില കുറവായിരിക്കും. അപ്പം നമ്മളതിൽ പൈസ ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ വില കുറഞ്ഞ കറി മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പൈസ ഉള്ള ദിവസമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചിക്കനോ ബീഫൊക്കെ മേടിക്കാൻ പറ്റും. അതും അന്നത്തെ കാലത്തിനൊരു സംഭവമാണ്. എന്നിപ്പോൾ ബീഫ് ഫ്രൈ വരെ EMI മേടിക്കാനാണല്ലോ. ഇന്നത്തെ ലോകം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു പരിപ്പുഴ എടുത്തു. മൂപ്പരിക്കെങ്ങനെ മനസ്സിലായി എൻ്റെ വീക്ക്നെസ്സാണ് പരിപ്പൂടാവുന്നത്? പോരാ. ഈ കറി കാശില്ലാത്ത ദിവസം ഒരു ഗ്രീൻ പീസ് കറി എന്തെങ്കിലല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കുറേ കിട്ടും. ഈ കാശ് കൂടിയ കറി കുറേ കിട്ടും, കാശ് കുറഞ്ഞ കറി കുറച്ചേ കിട്ടുള്ളൂ. 2 പൊറോട്ട ഒന്നും അല്ലല്ലോ അന്ന് കഴിക്കുക, 3-4 പൊറോട്ടയിൽ അവസാനം ആകുമ്പോഴേക്കും കറി തീരും. ഇങ്ങനെ ഉണ്ടാവുക, കറിയുടെ ഒരു അംശം ഉണ്ടാവുള്ളൂ. താങ്ക്സ്. ഒരു പൊറോട്ട നമുക്ക് വിജയമെന്ന് പറയാൻ പറ്റുക അത് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുമ്പോഴാണ്. അതായത് ജസ്റ്റ് ഒരു പൊറോട്ട, വേണമെങ്കിൽ ഇത്തിരി ചായയോ ഇത്തിരി പഞ്ചസാരയോ എന്തെങ്കിലും ആവും, ഒറ്റയ്ക്കൊരു പൊറോട്ട കഴിക്കാൻ പറ്റണം. അങ്ങനെയാകുമ്പോഴാണ് ഒരു പൊറോട്ട വിജയിച്ചു നമുക്ക് പറയാൻ പറ്റുക. ഞാൻ ഒരു പൊറോട്ടക്കാരനെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ഒരു നാട്ടും പുറത്ത ഗംഭീരമായ മൈദയുടെ ടേസ്റ്റുള്ള നാടൻ സിമ്പിൾ പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെ ആരെങ്കിലും ഉണ്ടെങ്കിലേ പറയണട്ടാ. ഈ കവലയൊക്കെ പഴയ സത്യനിന്ദിക്കാടിൻ്റെയൊക്കെ സിനിമയില്ലേ, ലോഹിതദാസിൻ്റെയൊക്കെ സിനിമ, അതിനകത്തൊക്കെ ഉള്ള പോലത്തെ ഒരു സ്ഥലമാണ്. ആ പോണ മഞ്ഞ വണ്ടി കണ്ട ആ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ഒരു മോശം റോഡങ്ങ് തുടങ്ങും.